പെസഹക്കാലം 1-ാം വാരം ചൊവ്വ. തിരുവചനം: യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭു, അങ്ങ് അവനെ എടുത്തുകൊണ്ടു പോയി എങ്കിൽ എവിടെ വെച്ചുവെന്ന് എന്നോട് പറയുക. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 15-ാം തിരുവചനം. ഉത്ഥിതനായ യേശുവിനെ മുഖാമുഖം കാണുവാനുള്ള ഭാഗ്യം മറിയം മഗ്ദലനയ്ക്ക് ലഭിച്ചു. എന്നാൽ അവൾക്ക് യേശുവിനെ തിരിച്ചറിയുവാൻ സാധിച്ചില്ല. യേശുവിന് പകരം ഒരു തോട്ടക്കാരനെയാണ് അവൾ കണ്ടത്. യേശു അവളെ മറിയം എന്ന പേര് ചൊല്ലി വിളിച്ചു. അപ്പോൾ അവൾ യേശുവിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് റബോനി, ഗുരു എന്ന വിളിയോടെ യേശുവിനോട് പ്രതികരിക്കുകയാണ്. ദൈവം നമ്മെയും വിളിക്കാറുണ്ട്. ചിലപ്പോൾ അത് മനസ്സാക്ഷിയുടെ സ്വരമായിട്ടായിരിക്കും. ദൈവം വിളിച്ചാലും വിളി കേൾക്കാത്തവരുണ്ട്. വിളി കേട്ടാലും യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരുവാൻ ധൈര്യപ്പെടാതെ മടിച്ചു നിൽക്കുന്നവരുണ്ട്. ശിഷ്യത്വത്തിലേക്ക് കടന്നു വന്നിട്ട് ജീവിതം ഒരു സാക്ഷ്യമായി മാറുവാൻ സാധിക്കാത്തവരും ഉണ്ട്. നിർണായക നിമിഷങ്ങളിൽ യേശുവിനെ തള്ളിക്കളയുന്നവരും ഉണ്ട്. മദർ തെരേസ ദൈവസ്വരം മനസ്സാക്ഷിയുടെ സ്വരമായിട്ടാണ് ആദ്യം കേട്ടത്. എന്നാൽ മനസ്സാക്ഷിയുടെ സ്വരം ദൈവവിളിയായി ജീവിതത്തിൽ സ്വീകരിച്ചപ്പോൾ ആ ജീവിതം ഒരു അത്ഭുതമായി മാറി.